ചുമ്മാ പാറേ. കൊല്ലങ്ങളായി കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൂട്ടുകെട്ടിച്ചിട്ട് കയ്യും കെട്ടി വന്ന് നിൽക്കുന്നു മാപ്പ് പറയാൻ. അല്ല, അത് ഞാൻ എന്റെ മോന്റെ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടപ്പോ അറിയാതെ ആ വറവ് കൊണ്ട് കഷായത്തെ മുക്കിക്കെടുത്തി പോയി. അല്ല, കഴിഞ്ഞ മണമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. താൻ അധികം ഒന്നും ആലോചിക്കണ്ട. താനോ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഞാൻ തന്നെയാ കുറ്റക്കാരൻ. വിശ്വസിച്ചേപ്പിച്ചു പോയി. ഒരു മകനില്ലാത്തതിന്റെ കുറവ് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എന്റെ കാലം കഴിഞ്ഞ പിന്നെ ഈ വൈദ്യമഠത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആരാ? അങ്ങനെ പറയരുത്. ബുദ്ധിയും വിവരവും സൗന്ദര്യമൊക്കെ ഉള്ളൊരു മകളില്ലേ അങ്ങേക്ക്? പാവം കുട്ടി, ഇത്രയും വലിയൊരു പാരമ്പര്യത്തിന്റെ കാത്തു സൂക്ഷിപ്പുകാരിയാവാൻ അവക്ക് എങ്ങനെയാണോ കഴിയുക? രാജഭരണമൊക്കെ മാറിയിട്ടും കൊട്ടാരവും വൈദ്യമഠവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഈ മഠത്തിലെ അനന്തര തലമുറകളും കൊട്ടാരം വൈദ്യന്മാരായി തന്നെ അറിയപ്പെടണം. അതാണല്ലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, അതിപ്പോ മോനെ പോലെയുള്ള ഒരു മരുമകനെ കണ്ടുപിടിച്ചാ പോരെ, അല്ലയോ? അതത്ര എളുപ്പമുള്ള കാര്യമാണോ ഇന്നത്തെ കാലത്ത്? ചെറുപ്പക്കാർക്കൊക്കെ അലോപ്പതിയിലാണല്ലോ ഇപ്പൊ താല്പര്യം. അങ്ങ് സങ്കടപ്പെടണ്ട. ഈ തിരുമുഖം അതിനൊരു വല വിരിച്ചിട്ടുണ്ട്. താൻ പിരിച്ച വലയിൽ എന്ത് തടയുമെന്ന് എനിക്കറിയാം. തൽക്കാലം താൻ ഒരു കാര്യം ചെയ്യേ, ആ നാണുക്കണിയാരോടൊന്ന് ഇവിടം വരെ വരാൻ പറയാം. ഓ, എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. എന്നാ പിന്നെ ഞാനിവിടെ അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നാ വലിയ ഉപകാരമായി. അടുത്ത കഷായത്തിന്റെ കാര്യങ്ങളിൽ രക്ഷപ്പെടില്ല. അതെ. കൃഷ്ണ, ഇതെടുത്തോണ്ട് കളയിടൂ. ശരി. എന്താ എന്താ ഇത്? വലിയ സന്തോഷത്തിലാണല്ലോ. എവിടെ എവിടെ നോക്കട്ടെ. എന്താ പേര്? ഋത്തിക് റോഷൻ. ഋത്തിക് റോഷൻ. കൊള്ളാം കൊള്ളാം. അതൊക്കെ പോട്ടെ. എവിടെ ഇയാളുടെ വീട്? അല്ല, ഞാനൊന്ന് പോയി വന്നാലോ? പുള്ളിക്കാരന് ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് ആലോചിക്കാം. സിനിമ നടന. അയ്യേ, വേണ്ട വേണ്ട. എന്റെ കുട്ടിക്ക് സിനിമാ നടന്റെ ആവശ്യമില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരാളെ ഞാൻ കൊണ്ടുപോയി. സിനിമാ നടന്റെ പേര് റേഷൻ മണ്ണെണ്ണ. ധനുലഗ്നത്തിൽ ജാതയായ ജാതകക്കാരിക്ക് 19 വയസ്സ് വരെ ശുക്രദശാകാലം, ശേഷം അഷ്ടമത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ആദിത്യ സ്ഥിതിയും ബുധന്റെ നീചദൃഷ്ടിയും മിത്രഗ്രഹത്തിന്റെ അപ്രതീക്ഷിതമായ ക്ഷിപ്രമംഗല്യ ദൃഷ്ടിയും ഉള്ളതിനാൽ ബുധനും വ്യാഴവും പിണഞ്ഞു കിടക്കുന്നതിനാൽ അയച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. എന്ന് പറഞ്ഞാൽ 18-19 വയസ്സിനുള്ളിൽ ജാതകക്കാരിക്ക് മംഗല്യം നടന്നിരിക്കണം. അത് കഴിഞ്ഞാൽ മംഗല്യവും കാണുന്നില്ല. ഒരു ദോഷം കാണുന്നു. എന്താ അത് പിന്നെ പറയൂ. ഞാൻ കണ്ടത് പറയുന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ നടന്നോളണമെന്നില്ല. എന്താന്ന് വെച്ചാ പറയൂ. ലേശം വിഷമമുള്ള കാര്യ. സൂക്ഷ്മഗണന ക്രിയയിൽ ജാതകക്കാരിക്ക് ഈ പ്രായത്തിൽ പിതൃയോഗവും കാണുന്നു. മോളെ, എന്താ ഇത്? ഇത് നല്ല കൂട്ടായി. നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെ? എന്നാലും എനിക്ക് എല്ലാമായിട്ട് ആകെയുള്ളത് അച്ഛനാ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച മോളെ, നമ്മുടേത് വളരെ ചെറിയൊരു ജീവിതമാണ്. കുറച്ചു ദിവസത്തേക്ക് നീ ഭൂമിയിൽ പോയി ജീവിച്ചിട്ട് മടങ്ങുക. അതാണ് ദൈവകൽപ്പന. അതിനെതിരായി നമുക്കൊന്നും ചെയ്യാനില്ല. മരണം നേരത്തെ അറിയുന്നത് ഒരു കണക്കിന് നല്ലതല്ലേ? നമുക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു തീർത്തിട്ട് മനസ്സമാധാനത്തോടെ പോവാൻ കഴിയുക എന്ന് തന്നെ ഭാഗ്യമല്ലേ? മോള് വിഷമിക്കാതെ. പിന്നെ എല്ലാ ജ്യോതിഷ പ്രവചനവും അതേപടി സംഭവിക്കണമെന്നില്ലല്ലോ. ചെയ്യാവുന്നിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കുക. ബാക്കിയെല്ലാം അങ്ങേരുടെ കയ്യില. സാക്ഷാൽ ജഗദീശ്വരന്റെ. ഉയിരേ നിറയും നെഞ്ചിൻ പ്രണയം